4 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഹിപ്നോട്ടിസം പരീക്ഷിച്ച് ബോധരഹിതരായി എന്ന വാർത്ത വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാവുകയുണ്ടായി. തൃശൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ വാർത്ത വന്നത്. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഹൈസ്കൂളിലെ 4 വിദ്യാർത്ഥികളാണ്, കൃത്യമായി പറഞ്ഞാൽ 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് ഹിപ്നോട്ടിസം സ്വയം പരീക്ഷിച്ച് ബോധരഹിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്താണ് ഈ വാർത്ത ഇത്രയധികം ചർച്ചാ വിഷയമായത്? യഥാർത്ഥത്തിൽ അവർ സ്വയം പരീക്ഷിച്ചത് ഹിപ്നോട്ടിസമല്ല, മറിച്ച് യൂട്യൂബിലൂടെയും നവമാധ്യമങ്ങളിലൂടെയുമെല്ലാം ഇന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചോക്കിംഗ് ഗെയിം എന്നറിയപ്പെടുന്ന വളരെ അപകടകരമായ ഒരു ഗെയിമാണ്. എന്താണ് ചോക്കിംഗ് ഗെയിം? എന്താണ് ചോക്കിംഗ് ഗെയിം? സ്പേസ് മങ്കി ഗെയിം, പാസ് ഔട്ട് ഗെയിം എന്നൊക്കെയാണ് ഇത് ഓൺലൈൻ ലോകത്ത് അറിയപ്പെടുന്നത്. വളരെ അപകടകരമായ ഒരു പ്രാക്ടീസാണ് ചോക്കിംഗ് ഗെയിം. ഇന്ന് വ്യാപകമായ രീതിയിൽ ഇത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരിലെ വിദ്യാർത്ഥികൾ പരീക്ഷിച്ചത് ഈ ചോക്കിംഗ് ഗെയിം. എന്താണ് ഈ ചോക്കിംഗ് ഗെയിമിന്റെ അപകടം? കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ താൽക്കാലികമായി തടഞ്ഞ് ഒരുതരം ആനന്ദ അനുഭൂതി തേടുന്ന ഒന്നാണ് ഈ ചോക്കിംഗ് ഗെയിം. എങ്ങനെയാണ് ഈ ചോക്കിംഗ് ഗെയിം ഈ വിദ്യാർത്ഥികൾ പരിശീലിച്ചത്? അവർ കഴുത്തിലെ കരോട്ടിഡ് ആർട്ടറിയുടെ മുകളിൽ, കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ മുകളിൽ ഒരു പ്രഷർ ചെലുത്തി, അല്ലെങ്കിൽ ശക്തമായ ഒരു സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ താൽക്കാലികമായി തടഞ്ഞു. കഴുത്തിലെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെ കരോട്ടിഡ് കംപ്രഷൻ എന്ന് സാങ്കേതിക ഭാഷയിൽ വിളിക്കാം. ഈ കരോട്ടിഡ് കംപ്രഷൻ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ കുറയ്ക്കുന്നു. അതായത് സെറിബ്രൽ ഈസ്കീമിയ എന്ന് സാങ്കേതിക ഭാഷയിൽ പറയുന്ന ഒരവസ്ഥയുണ്ടാക്കുന്നു. ഈ സെറിബ്രൽ ഈസ്കീമിയാണ് സെറിബ്രൽ ഹൈപ്പോക്സിയ അഥവാ തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത്. ഇതാണ് യൂഫോറിയ അഥവാ താൽക്കാലികമായ ഒരാനന്ദ അനുഭൂതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം. കഴുത്തിൽ അമർത്തിപ്പിടിക്കുന്നത് മൂലം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടയപ്പെടുമ്പോൾ തലച്ചോറിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു. അതുപോലെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ, ലാക്റ്റിക് ആസിഡ് അവിടെ കൂടുതലായി കെട്ടിക്കിടക്കുന്നു. അതുമാത്രമല്ല, ഈ താൽക്കാലികമായ സെറിബ്രൽ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ സെറിബ്രൽ ഈസ്കീമിയ ഉണ്ടാക്കുന്ന മറ്റൊരു പരിണിത ഫലമാണ് അത് ഡോപ്പമീൻ റിലീസ് ഉണ്ടാക്കും. എന്താണ് ഈ ഡോപ്പമീൻ? ആനന്ദാനുഭൂതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമീൻ. താൽക്കാലികമായ ഈ സെറിബ്രൽ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ സെറിബ്രൽ ഈസ്കീമിയ ഡോപ്പമീൻ റിലീസ് ഉണ്ടാക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് പാത്വേ അഥവാ ആനന്ദം നൽകുന്ന ന്യൂറൽ ട്രാക്റ്റിൽ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അധികമായി ഉൽപാദിതമാക്കുന്നതിന് ഇത് കാരണമായി തീരുന്നു. ഇതാണ് യൂഫോറിയയുടെ അല്ലെങ്കിൽ ആനന്ദ അനുഭൂതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാസത്വരകം. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ അഥവാ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ ഗ്ലൂട്ടമേറ്റും ഗാബയും തമ്മിലുള്ള ബാലൻസിനെ ഇത് തകിടം മറിക്കുന്നു. ഈ ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതായത് മസ്തിഷ്ക കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഗാബയാവട്ടെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതായത് മസ്തിഷ്ക കോശങ്ങളെ പല പ്രക്രിയകളെയും താൽക്കാലികമായി തടയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് തമ്മിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് തകിടം മറിയുകയും ഗ്ലൂട്ടമേറ്റിന്റെ ഇൻഫ്ലക്സ് സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഗാബ എന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയുന്നു. ഈ ഇംബാലൻസ് പലപ്പോഴും നമ്മുടെ തലച്ചോറിൽ ഓവർ സ്റ്റിമുലേഷന് കാരണമാകുന്നു. പലപ്പോഴും അപസ്മാര രോഗലക്ഷണങ്ങൾക്ക് ഇത് കാരണമാകാറുണ്ട്. അത്രയേറെ അപകടകരമായ ഒന്നാണ് ചോക്കിംഗ് ഗെയിമിന്റെ പരിശീലനം. അതുമാത്രമല്ല,
ഈ കഴുത്തിൽ പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ്, കരോട്ടിഡ് പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് പലപ്പോഴും അമിതമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക, അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ നടത്തുക. ഈ അമിത ശ്വാസോച്ഛ്വാസം, വളരെ വേഗത്തിലുള്ള ഈ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് ആണ് യഥാർത്ഥത്തിൽ ശ്വസനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമ്മുടെ ലങ്സിൽ കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ കുറയുമ്പോൾ രക്തത്തിന്റെ pH കൂടുന്നു. രക്തത്തിന്റെ pH കൂടുന്ന അവസ്ഥയാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഈ റെസ്പിറേറ്ററി ആൽക്കലോസിസ് നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെ കൺസ്ട്രിക്ഷന് അഥവാ സങ്കോചത്തിന് കാരണമാകുന്നു. ഇത് തലച്ചോറിൽ രക്തം കെട്ടിക്കിടക്കുന്നതിനും കെട്ടിക്കിടന്ന രക്തത്തിലെ ഓക്സിജനെ കൂടുതലായിട്ട് മസ്തിഷ്ക കോശങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നതിനും അതുവഴിയായിട്ട് ഹൈപ്പോക്സിയ ഉണ്ടാകുന്നതിനും ആ ഹൈപ്പോക്സിയുടെ ഒരു പരിണിത ഫലമായി താൽക്കാലികമായ ഒരു ബോധക്ഷയത്തിനും കാരണമാകുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും അപകടകരമായ രീതിയിൽ കുട്ടികൾ ചോക്കിംഗ് ഗെയിം പരിശീലിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പൊ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ചോക്കിംഗ് ഗെയിമിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ നയിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് ത്രിൽ സീക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ. കൗമാരകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് പുതുമകൾ തേടാനായി ഏതു മനുഷ്യനും ഒരു താല്പര്യം അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള ഒരു ത്വര അത് സ്വാഭാവികമാണ്. ആ ത്രിൽ സീക്കിംഗ് ബിഹേവിയർ ആണ് പലപ്പോഴും ഇത്തരം അനുഭൂതികളുടെ പിന്നാലെ പായാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, പലപ്പോഴും പിയർ പ്രഷർ, അതായത് ഒരു സൗഹൃദ സംഘം, അതിന്റെ സമ്മർദ്ദം. ആ സൗഹൃദ സംഘത്തിലുള്ള ഒരാൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ സൗഹൃദ സംഘത്തിന് മുന്നിൽ തങ്ങളുടെ വ്യക്തിത്വത്തെ പിടിച്ചു നിർത്തുന്നതിനായിട്ട് ആ സുഹൃത്ത് സംഘത്തിലെ മറ്റു കുട്ടികളും ഇത്തരം പ്രാക്ടീസുകളിലേക്ക് ക്രമേണ പോകുന്നു. അതുമാത്രമല്ല, താൽക്കാലികമായി നമ്മുടെ കോൺഷ്യസ്നസ് അഥവാ അവബോധത്തെ മാറ്റുക വഴി ഒരു ആനന്ദാനുഭൂതി സൃഷ്ടിക്കാനുള്ള താല്പര്യം മനുഷ്യ സഹജമാണ്. അപ്പൊ ഇത്തരം താല്പര്യങ്ങളും ഇതിൽ ഗണ്യമായ അളവിൽ പങ്കുവഹിക്കുന്നു. അതുമാത്രമല്ല, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന താൽക്കാലികമായ ആനന്ദം പോലെയാണ് ചെലവില്ലാത്ത ഇത്തരം പ്രാക്ടീസുകൾ കുട്ടികൾക്ക് ആനന്ദാനുഭൂതി നൽകുന്നത്. വളരെ അപകടകരമായ ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ചോക്കിംഗ് ഗെയിം. ഇത് പ്രാക്ടീസ് ചെയ്യുക വഴി പലപ്പോഴും ബോധക്ഷയം മാത്രമല്ല, മസ്തിഷ്ക കോശങ്ങളുടെ സ്ഥിരമായ നാശം, അതുപോലെ അപസ്മാരം ഇളകുക, ഒരു ഘട്ടത്തിൽ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ തടയപ്പെടുമ്പോൾ മരണം വരെ സംഭവിക്കാം. അതുമാത്രമല്ല, അമിത ഉത്കണ്ഠ, ഉറക്കക്കുറവ്, മുൻകോപം, അതുപോലെ വിഷാദം, ഇതിനൊക്കെയുള്ള സാധ്യത സ്ഥിരമായ ചോക്കിംഗ് ഗെയിമിന്റെ പ്രാക്ടീസ് വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്തകളിൽ നിറയുന്ന കൊടുങ്ങല്ലൂരെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തത് ഹിപ്നോട്ടിസം അല്ല, മറിച്ച് അപകടകരമായ ചോക്കിംഗ് ഗെയിമാണ്. ഇത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ തടഞ്ഞ് മസ്തിഷ്ക കോശങ്ങളിൽ താൽക്കാലികമായ ഒരാനന്ദാനുഭൂതി ഉണ്ടാക്കുന്ന, ബോധക്ഷയമുണ്ടാക്കുന്ന, മരണത്തിനും അപസ്മാരത്തിനും മസ്തിഷ്ക കോശങ്ങളുടെ നാശത്തിനും വരെ കാരണമായേക്കാവുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കേണ്ടതും ഇത്തരം പ്രാക്ടീസുകളെ വളരെ ശക്തമായ ബോധവൽക്കരണത്തിലൂടെ തടയേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യം.